9 മാസവും 15 ദിവസം നിരപരാധി ജയിലിൽ കിടന്നുള്ളത് നമുക്ക് പരിഗണിക്കേണ്ടി വരും, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ 3 പേര് നിരപരാധികളെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ ആൾക്ക് അവർ ജീവപര്യന്തം തടവിന് കുറേ വർഷങ്ങളോളം ജയിലിൽ കിടന്നു. കോമ്പൻസേഷൻ കൊടുക്കാൻ 5 ലക്ഷം രൂപ വെച്ച് 3 പേർക്ക് കൊടുക്കാൻ വിധിയായി. അത് പോലീസ് ഉദ്യോഗസ്ഥർ അത് കാണണം, പഠിക്കണം. രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾ തോന്നാം, ഒരു കേസിന്റെ അന്വേഷണം വികലമായി നടത്താം. ആ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് തോന്നും ഇയാൾ തന്നെയാണ് കുറ്റക്കാരൻ, യഥാർത്ഥത്തിൽ അയാളല്ലാവും. ഇങ്ങനെ ധാരാളം അബദ്ധങ്ങൾ പോലീസിന് വരുന്നുണ്ട് ഈ കാലത്ത്. ഇരുത്തം വന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരില്ല. ഏതെങ്കിലും ഒരു അഡീഷണൽ SIയോ അല്ലെന്നെങ്കിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറോ അവർ അന്വേഷിക്കുന്നത് അതേപടി അംഗീകരിച്ചുകൊണ്ട് ചാർജ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാക്കുന്ന പ്രവണത കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ട്. ചില ആൾക്കാർ അവർ പറയുന്നത് അന്വേഷണത്തിന് അവരുടെ രീതികൾ, അത് ഒരു DYSP റാങ്കിലുള്ള ആള് എപ്പോഴും ആരാണ് കുറ്റചാർജ് കൊടുക്കുന്നത് അവർ അത് വെരിഫൈ ചെയ്യണം.